ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു എനർജി ലെവലാണ് ഈ ഒരു സമയത്ത് ഏതൊരു രീതിയിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളിലേക്ക് കണക്ട് ആവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ, നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതോടൊപ്പം ഈ ഒരു സമയം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിക്കുള്ള പോസിറ്റീവ് എനർജീസ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Eight of Swords, Six of Swords, Seven of Cups, Ace of Cups, the Hanged Man, Five of Pentacles, Page of Wands, Temperance, Ten of Swords, the Magician energy, Two of Wands, King of Wands, Eight of Wands, the Star energy, King of Pentacles, Page of Cups, Two of Cups, King of Cups. Pot of the deck ആയിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ലെവൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളിലേക്ക് കണക്ട് ആവാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ് എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു വിഭാഗം ആളുകൾ ഫിനാൻഷ്യലി ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ലോസ് നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു എനർജിയാണ്. അതുപോലെ അത് മുഖേന നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ബാധിച്ച് ഒരു ലോ എനർജിയിലാണ് നിങ്ങളെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഹൃദയത്തിലുള്ള സ്നേഹത്തെ നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് എത്തിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെയിൻഫുൾ ആയ ഒരു എനർജിയിൽ സ്റ്റക്ക് ആയിട്ടാണ് എല്ലാ രീതിക്കും നിൽക്കുന്നത്. എന്താണ് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അറിയാതെ ഒരു കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു നിങ്ങളുടെ എനർജിയിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ഉണ്ട്. നിങ്ങളുടെ കഴിവുകളെ എല്ലാം നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു എനർജിയിൽ നിന്ന് സ്വയം നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. കാരണം നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നിങ്ങൾ പുറത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ണുകൾ അടച്ചാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ആ ഒരു ഉയർച്ചയുടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കണ്ണുകളിലെ കെട്ടുകളെ നിങ്ങൾ അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. നിങ്ങൾ ആരും കെട്ടി നിർത്തിയിട്ടില്ല. എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തൊരു ലോകമുണ്ട്. അതിന്റെ കീ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു കീ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ എല്ലാ രീതിക്കും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെൽഫ് ലവ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സന്റെ ഒക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു നഷ്ടാവസ്ഥയൊക്കെ സംഭവിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു കാര്യങ്ങൾക്കെല്ലാം, ആ ഒരു സ്റ്റക്നെസ്സിനെല്ലാം മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ആദ്യമേ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം കൊണ്ടുവരിക. ഇനി അല്ല, ചില വിഭാഗം ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെൽഫ് ലവിലേക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്ട്രെങ്ത് എനർജി ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾക്കൊരു ലൈഫ് വേണം, ഇപ്പോഴും ആ ഒരു ഇമോഷൻസിൽ തന്നെ ഇനിയും ഇരുന്നാൽ പറ്റില്ല എന്നൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് സ്റ്റെപ്പ് വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിഭാഗം ആളുകളും ഒരേ പാത്തിലൂടെ പോകുന്നവരാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാൻ പോകുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെട്ടുകൾ നിങ്ങൾ ആരും കെട്ടി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ആ ഒരു പോംവഴി അല്ലെങ്കിൽ അതിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പൊ ആ ഒരു താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ആ ഒരു hope ആണ്. അത് നിങ്ങൾ റിയലൈസ് ചെയ്ത് ഈ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് വരിക. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം നിങ്ങൾ ഒരു വ്യത്യസ്തത കൊണ്ടുവരിക. അതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സിക്സ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അലട്ടി ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ്, സിറ്റുവേഷൻസ്, ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ്, ഇതിനൊക്കെ ഒരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. നിങ്ങളൊരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇത്. നിങ്ങളുടെ ഒരു നല്ല കാലത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു കൊടുങ്കാറ്റാണ് ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ചിലവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് ഒരു ഓപ്ഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങളുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ലെവൽ ഇപ്പോൾ കുറച്ചൊരു ലോ ആയിട്ട് ചില വ്യക്തികൾ കാണിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡ്രിങ്കിങ് ഹാബിറ്റ്സോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അഡിക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തണം. നിങ്ങളുടെ ആ ഒരു എനർജീനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. സ്പിരിച്വൽ കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു സമയമാണിത്. വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഒന്നും നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കുന്നില്ല, ഇനിയും എന്താ പറയാ ഒരു ട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരിക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് മോശപ്പെട്ട സമയം ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അലട്ടിയിരുന്ന ആ ഒരു വിഷമതകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറാനായിട്ട് പോവുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു ബാലൻസിങ് കൈവരാൻ പോവുകയാണ്. ഇവിടെ മാനിഫെസ്റ്റേഷൻ കാർഡ് മജീഷ്യൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സറിഞ്ഞ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനായിട്ട് പോവുകയാണ്. മരണതുല്യമായ ഒരു വേദനയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ആ ഒരു വെളിച്ചം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ നെഗറ്റിവിറ്റീസ് എല്ലാം പൂർണ്ണമായും റിലീസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ നന്മയ്ക്ക് നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ തൊട്ട് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്നേഹബന്ധത്തിലേക്ക് അകപ്പെട്ടിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഒറ്റക്കായി പോയി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തെ അവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് എത്താനായിട്ട് പോകുന്നു. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയായിരിക്കും. പുതിയൊരു ജീവിതത്തിലേക്കൊക്കെ കടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഒരുപാട് സ്ട്രഗിളിങ്സ്, ഒരുപാട് വേദനകള്, ചിലപ്പോൾ നിങ്ങൾക്കൊരു ലൈഫിൽ പാസ്റ്റ് ഉണ്ടായിരുന്നിരിക്കാം. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് നഷ്ടങ്ങളിലൊക്കെ നിങ്ങൾ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുള്ള ആ ഒരു ഉത്തരമാണ്. ഇതുവരെ നിങ്ങൾ വേദനിച്ച സിറ്റുവേഷൻസിനെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അർഹമായ സ്നേഹം നൽകി ഒരു ബാലൻസിങ് കൈവരാനായിട്ട് പോവുകയാണ്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഒരു ഇറക്കത്തിന് ഒരു കയറ്റവും ഉണ്ടാകും.
അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറക്കം മാത്രമേ ഉണ്ടായി കാണുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലും ഇറക്കം മാത്രമായിട്ട് ഒരാളുടെ ലൈഫിലും ഉണ്ടാവില്ല. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തികളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് കണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്ന സമയമാണ്. ആ ഒരു ചില കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിപ്പെടാനായിട്ട് പോവുകയാണ്. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരാനായിട്ട് പോവാണ്. ഇപ്പൊ നിങ്ങൾ എബ്രോഡിലേക്കൊക്കെ പോവാൻ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ട്രാവലിംഗ് കാർഡ് കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു ന്യൂസ് വരാനായിട്ട് പോവാണ്. നിങ്ങൾക്കൊരു യാത്ര, ഒരു ലോങ് ആയിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു ജോലി സംബന്ധമായിട്ടുള്ള യാത്രയാവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു ജോലി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ജോലി വരാനും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പുറത്തേക്ക് travel ചെയ്യാനുമുള്ള സാധ്യതകൾ കിട്ടുന്നുണ്ട്. പുറത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ട്ടോ. എന്തായാലും ഒരു യാത്ര നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു financial growth ആണ്. ആ ഒരു financial growth ലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ പോവാണ്. ഇവിടെ നമുക്കൊരു നൊസ്റ്റാൾജിയ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു പണം കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ലോസ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലോസ് ആയി പോയ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് തിരിച്ചു പിടിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിപ്പെടാനും പോവുകയാണ്. കാരണം ഇവിടെ magician energy ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് manifest ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ എന്ത് നിങ്ങൾ manifest ചെയ്താലും നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് അത് manifest ആകുന്ന time ആണ്. അല്ലെങ്കിൽ ആ ഒരു divine time നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് കടക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 of wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വിഭാഗം ആളുകൾ വളരെയധികം സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കൊണ്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തോന്നുമ്പോൾ മറു സൈഡ് കൊണ്ട് നിങ്ങൾ അങ്ങനെ സംഭവിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ജഗ്ലിംഗ് എനർജി നിങ്ങളുടെ മനസ്സിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന 7 of cups എന്ന് പറയുന്നത്. എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ മനസ്സ് ഒരു ആടി ഉലയുന്ന എനർജിയിലാണ്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരിക, ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ഇടറാതെ അതിലേക്ക് തന്നെ നിലയുറപ്പിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഫലവത്താകാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു കാര്യത്തിൽ ഒരു വിജയം കൈവരിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള മാറ്റം കൈവരാനായിട്ട് പോവുകയാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡ് നമുക്ക് again ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പുറത്തേക്ക് മാത്രമല്ല നാട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലി സംബന്ധമായിട്ടുള്ള കോൾ മെസ്സേജ് എന്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ കാത്തിരുന്ന ജോലി തന്നെയാണ്. കാരണം ഇവിടെ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ അതിനു വേണ്ടി റിസ്ക് എടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ജോബ് ഓഫർ ലഭിക്കാനും, അതില് വെറുതെ ജോബ് ഓഫർ അല്ല കാണിച്ചിരിക്കുന്നത്. കാരണം പേജ് ഓഫ് wands കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിങ് ഓഫ് wands കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജോബ് ഓഫറിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ് ആയിട്ട് ആ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫലപ്രാപ്തി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. hope ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് വളരെയധികം പ്രതീക്ഷകളോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിക്കുന്നവരായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായെങ്കിലും മനസ്സ് ഇടറിപ്പോകുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒരു hope ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ പുറത്തേക്ക് പറയുന്നത് ഇല്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഇനി ലൈഫ് ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു hope വെച്ചിട്ടുണ്ട്. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു hope തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷകളുടെ വിജയം. okay, 2 of cups ന്റെ എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു വ്യത്യസ്തത കൈവന്നിട്ട്, ഇപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർക്ക് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതിലൊക്കെ വളരെയധികം കുറ്റബോധം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ മെയിൻ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എനർജിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. കാരണം നിങ്ങളുടെ എനർജിയാണ് അവരിലെ ആ ഒരു എനർജിനെ അട്രാക്ട് ചെയ്യിക്കുന്നത്.
ഓൾറെഡി നമ്മൾ പറഞ്ഞു ചില ആളുകൾക്കൊക്കെ ആ ഒരു സെൽഫ് ലവിലേക്ക് കേറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കായിരിക്കും കൂടുതൽ അട്രാക്റ്റ് ആവുക ഈ ഒരു എനർജി. അപ്പൊ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾ ഒരു ഡൗൺ സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരണം. കാരണം നിങ്ങൾക്ക് ബാക്കി എനർജീസ് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരാൻ പോകുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അഡിക്ഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു അഡിക്ഷൻസ് ഒക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും ലൈഫിൽ ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. സ്പിരിച്വൽ കണക്ഷൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹേർട്ട് ചക്ര, സേക്രൽ ചക്ര ഇതെല്ലാം ഈ ഒരു സമയത്ത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തില് ലോങ് ടേം ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകണം എന്നാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. കാരണം ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഇപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയ എനർജിയാണ് ഇവിടെയും നമുക്ക് കാണിക്കുന്നുണ്ട്. അവരുടെ ഹേർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആയിരിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നേടുക എന്നുള്ള ലക്ഷ്യത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നതും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ബന്ധമായിരിക്കും. ഇവര് നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഇവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ പോയിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. സിറ്റുവേഷൻ ബേസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരായിരിക്കാം. നിങ്ങളുടെ എനർജി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളുടെ ലൈഫിൽ കയറി വന്ന് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഒരു വ്യക്തിയല്ല. സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ അവര് നേരിടുന്ന അവരുടെ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ മിസ്സിംഗ് എനർജി ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവരിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആയിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ കരിയറിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇവർ ചിലപ്പോൾ അത് പുറത്തോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ എത്ര കാണിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. വിട്ടു പോകരുത് എന്നല്ല, വിട്ടു പോകരുതേ എന്നുള്ള രീതിക്കാണ് ഇവർ പ്രേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരാൻ പോകുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പുതിയ പ്രണയം, ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വൈകാരികപരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഒരു വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിപ്പോ ഒരുപാട് നാളുകളായിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിവാഹമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാർഡാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ അന്വേഷണത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അന്വേഷണങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിസമാപ്തിയാണ് വരാൻ പോകുന്നത്. ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യൂസ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് ഈ ഒരു പ്രകാശത്തെ എത്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡൗൺ സ്റ്റേജിൽ ഇരിക്കാതെ നിങ്ങളുടെ എനർജീനെയും കൂടെ ഇൻക്രീസ് ചെയ്തിട്ട് ആ വരാൻ പോകുന്ന ആ ഒരു പോസിറ്റീവ് എനർജീനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുവരിക. കാരണം ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു രാജാവിന് തുല്യം ആകാൻ പോകുന്നു. രാജാവിന് തുല്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയി പോയിരിക്കുന്ന അവസ്ഥയാണ്, നിങ്ങൾക്കൊരു ബിസിനസ്സിൽ ലോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ടും ആ ഒരു ലോസ് വന്നിട്ട് പോലും ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഇപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിനെല്ലാം ഫലപ്രാപ്തി വരാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു ബിസിനസ് ഒക്കെ വളർച്ചയിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അതുപോലെ ഇവിടെ മറ്റൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിക്ക് ലോട്ടറിയോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി ആ ഒരു രീതിക്ക് ഒരു ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭൂസ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെയധികം വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എല്ലാവരുടെ മുന്നിൽ നിങ്ങൾ ഭയങ്കര ബോൾഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുമെങ്കിൽ പോലും
എല്ലാ രീതിക്കും നിങ്ങൾക്ക് അത്ര വലിയ ബോൾഡ്നെസ് ഒന്നും ഇല്ല. നിങ്ങൾ ഉള്ളുകൊണ്ടിട്ട് എപ്പോഴും വളരെ സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആവുകയും ചെയ്യും. പക്ഷേ അത് നിങ്ങൾ ആരുടെയും മുന്നിൽ കാണിക്കില്ല. ഒറ്റക്കാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയൊക്കെ നിങ്ങൾ ഉയർന്നു വന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ വേദനകൾ നിങ്ങൾ ആരെയും കാണിക്കാൻ ആഗ്രഹിക്കാത്തത്. പക്ഷെ ഒറ്റയ്ക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്കും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതികളിലുള്ളതായിരിക്കും. ഒരുപാട് പാസ്റ്റിലൊക്കെ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്ന വ്യക്തികളായിരിക്കും. റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ ഇഷ്യൂസ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യങ്ങളിലൊന്നും നിങ്ങൾ തളരാതെ മുന്നോട്ടേക്ക് എപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്താ പറയാ മനസ്സുറപ്പ് അല്ലെങ്കിൽ ആ ഒരു hope തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന് കാരണമാകാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കൊരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു rebirth ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയോട് കൂടി നിങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് തയ്യാറെടുത്തോളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഒരു ആക്രോശിച്ച് നിന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു ടോക്സിക് ആയിട്ടുള്ള രീതിയിലൊക്കെ നിന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ ചേഞ്ച് വന്നിട്ട് അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ്. ഈ ഒരു യൂണിവേഴ്സ് ആണ് ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ സെൽഫ് ലവിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് പറഞ്ഞല്ലോ. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആണ്. ഇൻഫിനിറ്റി, അതായത് നിങ്ങൾക്ക് അവസാനിക്കാത്ത രീതിയിലുള്ള സന്തോഷം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച എല്ലാം തന്നെ ഒരു മാറ്റം വന്നിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരാൻ പോകുന്നു. അതുപോലെ ഫിനാൻഷ്യലി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വൈകാരികപരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങൾ എന്തിന്റെ പുറകെയാണോ ചേസ് ചെയ്ത് മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരുന്നത്, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഈ ഒരു സമയത്ത്. okay, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് റീഡിംഗ് എടുക്കുമ്പോൾ കിട്ടുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിയറസ്റ്റ് ആയിട്ട് ഉടനെ തന്നെ കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ഒരു രീതിയിലുള്ള എനർജി ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ okay, അപ്പൊ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ കരിയർ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും within the next few months ആണ് വന്നിരിക്കുന്നത്. വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ആ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു എനർജീനെ നിങ്ങൾ അട്രാക്ട് ചെയ്തോളൂ. റിക്കവറി ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അതിൻ്റെതായ ആ ഒരു സമയം വരുമ്പോൾ, ആ ഒരു സമയം എന്ന് പറയുന്നത് വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് നാളുകളൊക്കെ ആയിട്ട് സെപ്പറേഷൻ സ്റ്റേജിൽ നിന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം അല്ല. അല്ലെങ്കിൽ ഇതൊരിക്കലും പിരിഞ്ഞു പോകുന്ന ഒരു ബന്ധമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത് നിങ്ങൾക്ക് വീണ്ടെടുക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും കടമോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ട് അവരൊക്കെ നിങ്ങളെ പറ്റിച്ച് പോയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളിലേക്ക് ആ ഒരു പണം തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു തിരിച്ചടി ഈ ഒരു സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട്. Listen to your intuition. Look for a sign ആണ്. അപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അടയാളങ്ങളായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും ശരിയാണ്, ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ റീഡിങ്ങിൽ എടുത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ ഓരോരോ അടയാളങ്ങളായിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെതായ കാര്യങ്ങൾ കൺമുന്നിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പ്രവർത്തിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ട്രസ്റ്റ്, big happy changes, no need to worry, remain positive ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ്, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. നമ്മൾ ഓൾറെഡി റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല,
നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. കാരണം നോ നീഡ് ടു വറി ആണ്. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. റിമെയിൻ പോസിറ്റീവ്. മുന്നോട്ടേക്ക് നിങ്ങൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ പോകൂ. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം. വിശ്വാസം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കോ നെഗറ്റീവ് ചിന്തകളിലേക്കോ ഒന്നും പോകാതെ വളരെ പോസിറ്റീവ് ആയിട്ട് വളരെയധികം വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് വന്നോളൂ. അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങൾക്കിടയിൽ നടത്തണം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും ഒരു ഭയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ക്ലിയർ ചെയ്യുക. ആ ഒരു ക്ലാരിറ്റി വരുത്തുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ ഈ ഒരു എനർജീനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങളുടെ എനർജിയുമായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, S എന്നൊരു ലെറ്റർ, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ, സ്കോർപിയസ്, 40, UA വന്നിട്ടുണ്ട്, ലിയോ എന്നൊരു സോഡിയാക് സൈൻ, 10 എന്നൊരു നമ്പർ, M എന്നൊരു ലെറ്റർ, തിരുവാതിര, ചോതി എന്നൊരു സ്റ്റാർ, G എന്നൊരു ലെറ്റർ, എറണാകുളം, N എന്നൊരു ലെറ്റർ, ഡിസംബർ മന്ത്, T എന്നൊരു ലെറ്റർ, B എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആയില്യം എന്നൊരു സ്റ്റാർ, കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ്, ഇടുക്കി, ഒക്ടോബർ മന്ത്, 35, M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് അഗൈൻ, ചിത്തിര വന്നിട്ടുണ്ട്, അത്തം എന്നൊരു സ്റ്റാർ, R എന്നൊരു ലെറ്റർ, P എന്നൊരു ലെറ്റർ, 22 എന്നൊരു നമ്പർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.